ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുൻപ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് സമയപരിധി മൂലമാണ് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളൊക്കെ കാണാം. ഇത് ഞാൻ എൻ്റെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട്, കോതകുറിശ്ശി കടുക്കാവ് ശിവക്ഷേത്രം. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചകളും മറ്റ് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വീടിനടുത്തുനിന്ന് ഇപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പാടമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. പാടത്തെ വീഡിയോ ഞാൻ നേരത്തെ പല വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മുൻപുള്ള വീഡിയോകളിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ആ പാടത്തിൻ്റെ വീഡിയോകളൊക്കെ ധാരാളം ഉണ്ടായില്ല, കാഴ്ചകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ റോട്ടിലേക്ക് കയറി കേട്ടോ. പാടം കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു റോട്ടിലേക്ക് കയറി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ ഒരു 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളുണ്ട്, മുണ്ടനാട്ടുകര ALP സ്കൂള്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പരിസര ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ എത്താറായിട്ടോ, ആ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഇനിയും കുറച്ച് ദൂരം പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സ്കൂള്. ഇപ്പോൾ ഈ ഗേറ്റൊക്കെ വെച്ച് കാണുന്ന ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ള മുണ്ടനാട്ടുകര ALP സ്കൂൾ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ഇനിയും ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകണം. ഞങ്ങൾ നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ. പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോന്നു. പിന്നെ ഇവിടെ ഇതുപോലെ നിറയെ വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊന്നും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ ഒന്നും ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു പാതയായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 2 സൈഡും വീടുകളും നിറയെ മറ്റ് നല്ല റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പുരോഗമനം വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞങ്ങൾ ആ റൂട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത പാടത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഈ റോഡും ഇപ്പോൾ അടുത്തൊക്കെ തന്നെയാണ് ഇതിങ്ങനെ നേരാക്കിയിട്ടുള്ളത്. അടുത്ത് നിന്ന് കുറച്ചൊക്കെ ആയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ ഈ വഴി ഞങ്ങൾ വേറൊരു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ചിരുന്നൊരു സ്കൂളുണ്ട്, പാലക്കോട് UP സ്കൂള്. അപ്പോൾ അവിടേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ അവിടേക്കും ഈ ഒരു വഴിയാണ് പോയിരുന്നത്. പിന്നെ ഈ റോഡ് വഴിയല്ല പോയിരുന്നത്, ഇവിടെ പാടമൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അന്നൊന്നും ഈ റോഡ് ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ പാടം ഒക്കെ തന്നെയായിരുന്നു, ചെറിയൊരു റോഡ് പോലെയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ധാരാളം കൃഷികളാണ്, നെല്ലായിട്ടും വാഴയായിട്ടും അങ്ങനെ പച്ചക്കറി അങ്ങനെയൊക്കെ ആയിട്ട് ധാരാളം കൃഷികളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ ദൂരം മുന്നോട്ട് വന്നു. നമ്മുടെ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്, കോതകുറിശ്ശി കടുക്കാവ് ശിവക്ഷേത്രം. ഇതാണ് കേട്ടോ ആ ഒരു ശിവക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ കുറേ മുൻപായിട്ട് ഞാനിങ്ങനെ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ വീഡിയോ ഇടാൻ പറ്റിയത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഐതിഹ്യമൊക്കെ എനിക്കറിയാം, പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊക്കെ നമ്മൾ പറയണമെങ്കിൽ അത് നമ്മൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഒക്കെ അനുവാദവും മറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്നപ്പോൾ ഉള്ള ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും മറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഐതിഹ്യം അടങ്ങിയിട്ടുള്ള വീഡിയോ പിന്നെ ഇനിയിപ്പോഴൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം ഇപ്പോൾ 7-ാം മാസമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ക്ഷേത്രങ്ങൾ ഒക്കെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ തൊഴാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ തൊഴാൻ വേണ്ടി വന്നപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊന്നും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ നമുക്ക് അമ്പലത്തിലേക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ എത്തുമ്പോൾ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ.
റിച്ചൂട്ടനാണെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവനിവിടെ വന്ന് ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശാലമായി കിടക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, ഒരു പോസിറ്റീവ് ഇതാണ് സംഭവം. കാരണം അധികം ആളുകൾ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, എന്താ ബഹളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ അവന് ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അവനിവിടെ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നു. അവനിവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുത്, അമ്പലത്തിൽ നിന്നൊക്കെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ച് പോവാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, അത് പിന്നീട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക്